ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെഗോസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രൈപോഡ് വാങ്ങിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ബലവും ഇതിന്റെ ഇതൊക്കെ നമുക്ക് നോക്കാം. ഫോട്ടോൺ എന്ന് പറഞ്ഞ കമ്പനീന്റെ 550 എന്ന് പറഞ്ഞ മോഡലാണിത്. ഇതാണ് ട്രൈപോഡ്. ഇവിടെ കുറെ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ട്രൈപോഡിന്റെ ഹെഡും സെന്ററൊക്കെ കാണിക്കുന്ന ലെഗ്. അപ്പൊ നമുക്കിതെന്തായാലും ഓപ്പൺ ചെയ്യാം. ഇതിന്റെ കൂടെ നമുക്കൊരു മൊബൈൽ ഹോൾഡറും കിട്ടുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു ബാഗിലായിട്ടാണ് വരുന്നത് നമ്മുടെ ട്രൈപോഡ്. നമുക്കിത് തുറക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിത് നേരെ ആക്കാം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിവർത്തുന്നതിന് മുമ്പ് തന്നെ ഇതിങ്ങനെ പൊക്കണം, അല്ലെങ്കിൽ ഇത് പൊക്കാൻ കഴിയില്ല. ഇത് നമുക്ക് ഇത് ലൂസാക്കി കഴിഞ്ഞാല് നമുക്ക് 360 ഡിഗ്രി ആയിട്ട് ഇങ്ങനെ തിരിക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഇത് പൊക്കുകയും താത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിടി തന്നെയാണ് നമ്മൾ ഇതിന്റെ സ്ക്രൂ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ടൈറ്റാണിത്. ഇപ്പൊ നമ്മുടെ ഈ സാധനം ഊരി ഇത് നമുക്ക് ഇത്രയും ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ടൈറ്റ് ചെയ്യാം. ഇത് സ്റ്റഡി ആക്കുക. ഇതിനകത്ത് ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഈ സാധനം ഊരിയെടുക്കാൻ പറ്റും. ഇത് ഇപ്പൊ ഈ സൈഡിലേക്കാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഇത് അൺലോക്ക് ചെയ്തിട്ട് ഇതുപോലെ തിരിച്ചിട്ട് ഇടാൻ പറ്റും. ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും നിൽക്കും. ഇതിന്റെയൊക്കെ സ്ക്രൂ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ മുറുകുന്ന വരെ നമുക്കൊന്ന് തിരിച്ചെടുക്കാം. ഈ പൊസിഷനിലാണ് ഇത് ടൈറ്റ് ആയത്. അപ്പൊ നമുക്ക് ഇത് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൊബൈൽ ഫോൺ ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. നമ്മുടെ ഫോണ് ഇതുപോലെ നല്ല ഇതിന്റെ മുകളിൽ ഇതുപോലെ കയറ്റി വെച്ച് കഴിഞ്ഞാല് നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ DSLR വെക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഈ ഫോണിന്റെ ഈ സ്റ്റാൻഡ് ഊരാണ്. അതിനു മുമ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ടൈപ്പ് സാധനം വരുന്നുണ്ട്. ഇവിടെ സ്ക്രൂ ചെയ്തിട്ട് ഇത് താഴേക്കൊക്കെ വീഡിയോ എടുക്കാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു SLR DSLR വെച്ച് നോക്കാം. ഇപ്പൊ DSLR ആണ് ഞാൻ വെക്കുന്നത്. എന്റെ കയ്യിൽ DSLR ആണുള്ളത്. ഇത് ഇതുപോലെ തന്നെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ സ്ക്രൂ ഇവിടെ ടൈറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ DSLR ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കാം. നമുക്ക് ഇതിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ സാധനം നമ്മൾ ലൂസ് ആക്കിയിട്ട് നമുക്ക് വേണ്ട ആംഗിളിൽ കൊണ്ടുവെക്കാം. വേണ്ട ആംഗിളിൽ, അതായത് ഫുൾ സ്ട്രെയിറ്റ് തന്നെ വെക്കണമെങ്കിൽ വെച്ചിട്ട് നേരെ ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ കുത്തനെയുള്ള ഫോട്ടോ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഈ സ്ക്രൂ നമുക്ക് ലൂസ് ആക്കിയതിന് ശേഷം ഇത് ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാം.
അന്നേരം നമ്മൾ കുത്തനെ ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ള രീതിയിൽ നമുക്ക് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിന്റെ ഹൈറ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ SLR ഒക്കെ ഊരി ഇതിന്റെ മുകളിൽ ഇതിന്റെ ഗ്രിപ്പായിട്ട് ഒരു 3 വരയായിട്ടുള്ള സാധനമാണ്. ഇവിടെ റബ്ബർ ആയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിന്റെ ഹൈറ്റ് നമുക്ക് നോക്കാം. ഇവിടെ വെച്ച് കഴിഞ്ഞാല് ഹൈറ്റ് തികയില്ല, അതുകൊണ്ട് ഞാൻ നിലത്തേക്ക് വെക്കാണ്. അപ്പൊ ഇത്രയും ഹൈറ്റ് ഉണ്ട് നമ്മുടെ ട്രൈപോഡിന്, നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇത് ലൂസാക്കി കഴിഞ്ഞാല് നമുക്ക് ഇത് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇവിടുന്ന് നല്ല പൊക്കാൻ കഴിയും. സ്ക്രൂ മാറിപ്പോയി. ഈ ഹൈറ്റ് വരെ നമുക്ക് ഈ ട്രൈപോഡിനെ കൊണ്ട് വെക്കാം. ഇതിന്റെ ലെഗ്സ് ഒക്കെ അലൂമിനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബലമുള്ള ഒരു ലെഗ്സ് ആണ് ഇതിന്. വലിയ ഷെയ്ക്കൊന്നും വരുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല ഹൈറ്റും കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈയിടെയായിട്ട് ഗാലക്സി ഫോട്ടോ എടുക്കാൻ കിട്ടില്ലേ, അതിനൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ഈ ടൈം ലാപ്സ് എടുത്ത് ഇടുന്നവർക്കും ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഷെയ്ക്ക് വരുന്നില്ല ഇതിന്റെ മുകളില്. ഇത് പ്രോട്ടോണിന്റെ തന്നെ സ്റ്റഡി പ്രോ 550 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് തുറന്ന് ഇതിന്റെ ഹൈറ്റ് ഇങ്ങനെ കൂട്ടി കഴിഞ്ഞിട്ട് ഇതും കൂടി പൊക്കി കഴിഞ്ഞാല് 1365 മില്ലിമീറ്റർ വരെ ഹൈറ്റ് കിട്ടുന്നാണ് ഇവർ പറയുന്നത്. ഇത് നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാല് 425 മില്ലിമീറ്റർ വരുന്നുള്ളൂ. ഇതിന് 849 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇതിന്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ ഇതിന്റെ ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ് ഇവർ തന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഷോൾഡർ ബാഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോ നമ്മൾ ഇതിനകത്ത് ട്രൈപോഡ് മടക്കിയിട്ട് ഇതിവിടെ ഫുൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് ഈ 2 വള്ളി വെച്ചിട്ട് നമുക്ക് ഇത് ഷോൾഡർ ബാഗ് ആക്കി ഉപയോഗിക്കാം. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇത് നമുക്ക് ബാഗിലേക്ക് ഇടാം. നമുക്ക് ബാഗ് ടൈറ്റ് ചെയ്ത് നമുക്കിത് ഇതുപോലെ ഷോൾഡർ ബാഗ് ആക്കി ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു ഷോൾഡർ ബാഗ് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ ഇത് ഇതുപോലെ തന്നെ കൈ പിടിച്ചോണ്ടും പോവാം. ഒറ്റ കൈ തന്നെ ഇട്ടിട്ടും പോകാൻ പറ്റിയൊരു നല്ല സ്ട്രോങ് ബാഗാണ്. നല്ലൊരു മെറ്റീരിയൽ ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ പുതിയതായി ഇറക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ബൈ.